വേനൽ ചൂട് എത്തിയതേയുള്ളൂ. ചുട്ടുപൊള്ളുകയാണ് നാടും തൊഴിലിടങ്ങളും. അന്നത്തിനുള്ള വക തേടി പോവാതിരിക്കാൻ ആവില്ലല്ലോ. ഒരു രക്ഷയില്ലട്ടാ, ഭയങ്കര വെയിലാണ്. ചൂടാണെങ്കിൽ ഉണ്ടല്ലോ, ഈ മഴക്കാരൻ്റെ ആണെന്ന് അറിയാൻ പാടില്ല. ഇന്നലെയൊക്കെ ഉണ്ടല്ലോ വേർത്ത് കുളിച്ചാണ് പോയത് വീട്ടിൽ. ഒരു രക്ഷയില്ലാത്ത വെയിൽ. ഇതെങ്ങനെ മനുഷ്യർ ഇത് വെയിലത്ത് നിന്ന് പോണത് എങ്ങനെ ഇത് ചെയ്യുമെന്ന് ഒരു പിടുത്തൂല. പണിക്ക് വന്നില്ലെങ്കിൽ കാര്യം കോഞ്ഞാട്ടാണ്. വെയിലിനൊപ്പം തീപ്പൊരി കൂടിച്ചു തരുമ്പോൾ അസഹനീയമാവും. വെൽഡിങ്ങിന്റെ ചൂട് ഇതിന്റെ ചൂടും കൂടി പിന്നെ വീട്ടിലിരിക്കാന്ന് വിചാരിച്ചാൽ നടക്കേയില്ല. രാവിലെ 8 മണിയാകുമ്പോൾ കയറും. പിന്നെ ഉച്ചക്ക് 1 മണിക്കൂർ നേരത്തെ ഞങ്ങൾ നിർത്തും. കാര്യം വെയിൽ ഇത്ര കൂടുതലായി അറിഞ്ഞേ, അതുകൊണ്ട് ഇത്തിരി നേരത്തെ നിർത്തും. പിന്നെ വൈകിട്ട് ഒരു 5:30 ആകുമ്പോൾ കഴിയും. ശരീരമാസകലം വസ്ത്രത്തിൽ പൊതിഞ്ഞ് കറുത്ത ഗ്ലാസും ധരിച്ചു നിൽക്കുമ്പോൾ പരിഷ്കാരി എന്ന് തോന്നാമെങ്കിലും ഉള്ളിലെ പുകച്ചിൽ അവർക്കല്ലേ അറിയൂ. ഇപ്പോൾ ഫുള്ള് കവറൊക്കെ ചെയ്താണ് നിൽക്കണേ. എന്നിട്ടൊരു രക്ഷയില്ല. ചൂടും ആവിപ്പും കാരണം പണിയാനും ബുദ്ധിമുട്ടാണ്. ഈ ഫീൽഡായ കാരണം വേറെ രക്ഷയില്ലല്ല. വെൽഡിങ്ങിൻ്റെ ചൂട് വേറെ, രണ്ടും കൂടി ആകുമ്പോൾ കഷ്ടപ്പെട്ടാണ് പണിയെടുത്ത് പോണത്. പ്രായത്തെയും വെയിലിനെയും ഒരുപോലെ തോൽപ്പിക്കുകയാണ് ജോണിച്ചേട്ടൻ. വെയിൽ കൊണ്ട് ചൂടേറ്റ കമ്പിയുമായാണ് മൽപ്പിടുത്തം. ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് രക്ഷയില്ല. ചൂടെടുത്തിട്ട് പണിയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കമ്പിപ്പണിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണിയാണല്ലോ. അങ്ങനെ ഇടയ്ക്ക് ഈ ചൂടും കൂടി ആയപ്പോഴത്തേക്കും രക്ഷയില്ല. ഒരിക്കൽ സൂര്യതാപമേറ്റെങ്കിലും അതൊന്നും വകവെക്കാതെ തൊട്ടടുത്ത ദിവസം പണി സൈറ്റിലുണ്ടാകും. എനിക്ക് എഞ്ചിനേറ്റാണ്, അത് അരുവര് വെച്ച് അത് പൊള്ളിയിൽ കോമളമാരെയും കാണുന്നു. അതിനകത്ത് തന്നെ വിറ്റോസം തന്നെ പോയി പണിത് ചെയ്ത പണി തൊഴിൽ മറക്കാൻ പറ്റും. വേനൽ ചൂട് എത്രയൊക്കെ കത്തിയമർന്നാലും ജീവിത പ്രാരാബ്ധത്തിന് മുന്നിൽ അതൊന്നും ഏൽക്കില്ലല്ലോ. പൊള്ളുന്ന വെയിലിലെ തൊഴിലാളികളുടെ തൊഴിലിന്റെ കാഠിന്യം പകർത്തിയ മനോജേട്ടൻ എന്താ വേർത്തു. ശരിക്കും അടുത്ത് പോയല്ലേ? വാ, നമുക്ക് നാരങ്ങാളം കുടിക്കാം. 2 നാരങ്ങാളം. ഏത് വെയിലത്തെ ഈ നാരങ്ങാളം കഴിയുമ്പോഴത്തേക്കും ഉള്ളും. മനോജ് മാടശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.